പ്രശസ്ത നാടക ചലച്ചിത്ര നടൻ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാം ചരമവാർഷിക ദിനം അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത നാടക ചലച്ചിത്ര നടൻ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാം ചരമവാർഷിക ദിനം അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. അനുസ്മരണ സമ്മേളനം MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തൻ്റെ രാഷ്ട്രീയവും അതോടൊപ്പം ആ രാഷ്ട്രീയ പ്രവർത്തനം അഭിനയത്തോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന, അഭിനയം രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. KPSCയുടെ നാടകങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ജീവിതകാലത്ത് വേഷമിട്ടതും എല്ലാ നിലയിലുമുള്ള ആ നാടക സമിതി അവതരിപ്പിച്ച നാടകങ്ങളിൽ പ്രത്യേകമായി അഭിനയിക്കുന്നതുമൊക്കെ കാണാൻ കഴിയും. അതിന് തനിക്ക് ജീവനും ജീവിതവും നൽകിയത് KPSC ആണ് എന്നും അതിൻ്റെ ചരിത്രമാണ് എന്നും കൃത്യമായി അവതരിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നിരവധിയായ പകർന്നാട്ടങ്ങളിലൂടെ പ്രത്യേകമായ ഭാവനിർഭരവും ആശയഭദ്രവുമായ ഒരുപാട് കഥാപാത്രങ്ങളെ ആയിരം പകലുകളും ആയിരം രാത്രികളും നമുക്ക് സമ്മാനിക്കാൻ തോപ്പിൽ കൃഷ്ണപിള്ള എന്ന മഹാനായ കലാകാരന് സാധിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ ഇരുണ്ട ചരിത്രത്തിൽ നിന്ന് ആ ഇരുണ്ട ചരിത്രത്തെ മാറ്റി എഴുതാൻ, ഒരു പുതുചരിത്രം രചിക്കുവാൻ അദ്ദേഹം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്? ചരിത്രം പലപ്പോഴും ചരിത്രത്തിന് അതേ നിലയിൽ നമുക്ക് ഓർത്തെടുക്കും. ഇപ്പം എല്ലാം സുഗമമായി യാത്ര ചെയ്യുന്നു. പുതിയൊരു തലമുറയെക്കുറിച്ച്, ഗാന്ധിയുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ, അതല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചോദിച്ചാൽ, പുന്നപ്ര വയലാറിനെ കുറിച്ച് ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങളെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടന്നിട്ടുണ്ടാകുമോ എന്നൊരു സംശയം പലപ്പോഴും ഉണ്ടാകും. അത് ഞാൻ തന്നെയാണ്, ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് പുതുതലമുറയ്ക്ക് സംശയമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ശക്തമായ ഇടപെടൽ നടന്നിട്ടുള്ളത് കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നിലയിലേക്കുള്ള വലിയ സ്വാതന്ത്ര്യം. ഈ വള്ളികുന്നത്തിന് രാഷ്ട്രീയമായി മാത്രമല്ല, കലാപരമായി, സാംസ്കാരികപരമായി, എഴുത്തിൻ്റെ, അഭിനയത്തിൻ്റെ ഒക്കെ ഒരുപാട് ചരിത്രം പറയാൻ സമിതി പ്രസിഡന്റ് C. രഘു അധ്യക്ഷനായി. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ നൽകി. ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം KPSC രാജേന്ദ്രനും ലോഗോ പ്രകാശനം ആർട്ടിസ്റ്റ് സുജാതനും ചേർന്ന് നിർവഹിച്ചു. ചലച്ചിത്ര നടി KPSC ലീല, വിപു പിരപ്പൻകോട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KPSC വൈശാഖൻ, സുരേഷ് തോപ്പിൽ എന്നിവർ സംസാരിച്ചു. സെലിൻ ഗോപി സ്വാഗതവും ബാബു കടുവങ്കൽ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേള, കവിതാലാപനം എന്നിവയും നടന്നു. CDNet ന്യൂസ്, കായംകുളം.